ഉൽഹിയത്തിന് നീ കരുതിയെന്നാൽ പിന്നെ കറാഹത്ത നഖം മുടി മുറിക്കല് പൊന്നെ നരകാഗ്നിയിൽ നിന്നൊഴിയുവാൻ ഇതും ഉൾപ്പെടും എന്നുള്ള ഹിക്മത്തും ഇതിൽ പറയപ്പെടും. ദുൽഹിജ്ജ് 1 മുതൽക്കിതാ നീ വേണ്ടത് മാംസം കൊടുത്താൽ പിന്നെ മക്റൂഹല്ലത് മുറിക്കൽ ഹറാമാണെന്ന കൗലും ഉണ്ടിതിൽ ലാ യുക്റഹു എന്നും ഇമാമുൽ അഅ്ലമിൽ ഖാലിയത്തിൽ നീ നോക്ക് 2 ഉണ്ടിത് 83-ാം പേജിലാ പറയുന്നത്. അറുക്കുന്നതും നീ സ്വന്തമാകൽ സുന്ന അല്ലാത്ത പക്ഷം അവിടെ നിൽക്കണമെന്നാ. ഇബാദത്ത് അവനവൻ ചെയ്യണം എന്നുള്ളതാ. ഉൽഹിയത്തിൻ്റെ അറവും ഇതിൽ ഉൾപ്പെട്ടതാ. പെണ്ണിന് അഫ്ളൽ അവൾ വക്കീലാക്കുന്നതാ. അത് ശറഹ് മൻഹജിൽ നോക്കിയാൽ കാണുന്നതാ. ആണിന് കഴിവില്ലെങ്കിൽ അവനും കുരുടനും ഏൽപ്പിക്കലാ വേണ്ടുന്നതാണ് അറവിനും. ആണാണ് മൃഗമെങ്കിൽ അതേറ്റം അഫ്ളല ലഹ്മതിയബാണെന്നുള്ളതും മിർഖാത്തില. ജസദിന് പുഷ്ടിയുമുള്ളതാണ് അറുക്കേണ്ടത്. ദിബ്ഹിൽ അദീം എന്നാണ് റബ്ബ് പറഞ്ഞത്. സ്വർഗത്തിലാണത് മേഞ്ഞ് കൊണ്ട് നടന്നത്. പിന്നെങ്ങനാ നാം അതിനെ വർണ്ണിക്കുന്നത്? റബ്ബെ കബൂലാക്കേണമേ അമലൊക്കെയും നീ സ്വീകരിച്ചാലില്ല പിന്നൊരു തോൽവിയും. ഗുണം ചെയ്യണേ തിരു മുസ്തഫ നബി തങ്ങളിൽ അതുപോലെ ആല സഹാബിലെല്ലാം നിത്യമിൽ നിയ്യത്ത് ചെയ്തിട്ടാകണേ അറക്കേണ്ടത്. അത് നാക്കിലല്ല കൽബിലാ നടത്തേണ്ടത്. നിയ്യത്ത് ആദ്യം തന്നെ മൊഴിയൽ നല്ലതാ. അത് സുന്നത്താ കൽബിന്നെളുപ്പവുമുള്ളതാ.